അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. ഇപ്പോൾ ഉദ്ഹിയ്യത്തിൻ്റെ സമയമാണല്ലോ. ഉദ്ഹിയ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു മാടിനെ സെലക്ട് ചെയ്യുമ്പോൾ കൊമ്പ് പൊട്ടിപ്പോയ മാടിനെ നമുക്ക് ഉദ്ഹിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഉസ്താദെ? അതുമാത്രമല്ല, ഈ ജന്മന കൊമ്പില്ലാത്ത മാടുണ്ടാകും. അതുപോലെ തന്നെ മാട് കൊമ്പ് പൊട്ടിപ്പോയതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഈ കുത്തുകൂടാൻ വേണ്ടിയിട്ട് കൊമ്പ് പൊട്ടിക്കുന്നുണ്ട് മാടിൻ്റെ, അങ്ങനെയുള്ള മാടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഉദ്ഹിയ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉസ്താദെ? അതിനെക്കുറിച്ച് മഹാന്മാർ കിതാബുകളിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊമ്പ് പൊട്ടിയത്, അതുപോലെ തന്നെ കൊമ്പില്ലാത്തത്, ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഉദ്ഹിയ്യത്തിന് പറ്റുമോ എന്നുള്ളത്. കൊമ്പില്ലാത്തതും അതുപോലെ തന്നെ കൊമ്പ് പൊട്ടിച്ചതും കൊമ്പ് പൊട്ടിപ്പോയതും ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉദ്ഹിയ്യത്തിന് പറ്റും, ചില ഉപാധികളോട് കൂടെ എന്നുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായാലും കൊമ്പുള്ളതാണ് നല്ലത്. ഏതൊരു സംഗതിയിലും നല്ലത് പറയല്ലോ. അപ്പോൾ കൊമ്പുള്ളതാണ്. അപ്പം ആട് എന്നല്ല, ഞാൻ ആടായാലും അങ്ങനെ തന്നെയാണ്. കൊമ്പുള്ളതാണ് അതിലേറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പം മഹാനായ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല തന്നെ അവിടുത്തെ സുന്ന അബൂദാവൂദിൽ അങ്ങനെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. സുന്ന അബൂദാവൂദിൻ്റെ 509 പേജിലായിട്ട് 3156 ഹദീസ്, വ ഖൈറുൽ ഉദ്ഹിയ്യത്തി അൽ കബ്ഷുൽ അഖ്റനു ഉണ്ടോ. ഉദ്ഹിയ്യത്തിൽ ഏറ്റവും നല്ലത്, ഉദ്ഹിയ്യത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറയുകയാണെങ്കിൽ, ഖൈറായ ഉദ്ഹിയ്യത്ത്, നല്ല ഉദ്ഹിയ്യത്ത് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അൽ കബ്ഷുൽ അഖ്റനു, കൊമ്പുള്ള നല്ലൊരു മുട്ടനാട് എന്ന് പറയില്ലേ, അങ്ങനെ കൊമ്പുള്ള ആടാണ് നല്ലത് എന്ന് പറയുമ്പം, അതാണ് ഖൈറ് എന്ന് പറയുമ്പം അത് നിർബന്ധത്തിന് വേണ്ടി പറഞ്ഞല്ല. അവിടെ ആ കൊമ്പൊരു വിശേഷണമായിട്ട് എടുത്തു പറഞ്ഞല്ലോ. അപ്പം ആ കൊമ്പ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അബൂദാവൂദ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു റസ്ലാൻ റഹിമഹുല്ല അവിടെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഷർഹ് സുന്ന അബൂദാവൂദിൽ പറയുന്നുണ്ട്. ഷർഹ് സുന്ന അബൂദാവൂദിൻ്റെ 13ാമത്തെ വാള്യം, ഇതിൻ്റെ 400ാമത്തെ പേജിലുണ്ടോ, വസ്ഫുഹു ബിൽ അഖ്റനി. ഇവിടെ ഈ ഒരു മൃഗത്തിനിക്ക് നബിതങ്ങൾ വസ്ഫ് കൊടുത്തു, വിശേഷണം കൊടുത്തു, കൊമ്പ് കൊണ്ട്, കൊമ്പുള്ളത് എന്ന് പറഞ്ഞു. ആ എന്തേ അങ്ങനെ? ലി അന്നഹു അക്മലു വ അഹ്സനു സൂറത്തിനുണ്ടോ, ഏറ്റവും നല്ലത്, അതുപോലെ തന്നെ ഏറ്റവും പരിപൂർണമായത്, എങ്ങനെയൊക്കെയാണ് അതിനർത്ഥം വെക്കേണ്ടത് എന്നുള്ളത്. മാത്രമല്ല വലി അന്നഹു കർണുഹു യശ്ഫഉ ബിഹി, അതുകൊണ്ടൊക്കെ അവനക്ക് ശുപാർശ ചെയ്യും ആ കൊമ്പുണ്ടാവുമ്പോഴൊക്കെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ കൊമ്പ് നിർബന്ധം എന്നടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, നല്ലത് എന്നുള്ള അടിസ്ഥാനത്തിൽ. അങ്ങനെ പിന്നെ ഒരുപാട് വിശേഷണം അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എൻ്റെ മൃഗത്തിന്റെ കൂട്ടത്തിൽ തന്നെ പെൺമൃഗവും പറ്റുമല്ലോ. അതിനേക്കാളും നല്ലത് ആണായ മൃഗാണ് എന്നുള്ളതും ഇതുകൊണ്ട് അർത്ഥം വെക്കാൻ പറ്റും എന്നുള്ളത് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമി സഗീറിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ജാമി സഗീർ വിശദീകരിച്ചു കൊടുത്ത് ഇമാം അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സിറാജുൽ മുനീറിൽ അങ്ങനെയും ഒരർത്ഥം അതിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ സിറാജുൽ മുനീറിന്റെ 3ാം വാള്യം, ഇതിന്റെ 634ാമത്തെ പേജിലായിട്ടുണ്ടോ, വൽ മുറാദു തഫ്ളീലു ദക്കരി അലൽ ഉൻസ. ഇവിടെ പെൺമൃഗത്തെക്കാട്ടിലും നല്ലത് ആൺമൃഗാണ് എന്നതിലേക്കാണ് ഇതിനർത്ഥം വെക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. കാരണം കൊമ്പ് എന്ന് പറയുമ്പം ആൺമൃഗത്തിനാണല്ലോ കയറി വരിക. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള അർത്ഥങ്ങളിലേക്കാണ്, അല്ലാതെ നിർബന്ധം എന്ന അടിസ്ഥാനത്തിലല്ല. ഏതായാലും ജന്മനായിന് കൊമ്പില്ലാത്തതോ അതല്ല കൊമ്പ് പൊട്ടിയതോ അല്ലെങ്കിൽ പൊട്ടിച്ചതോ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപാധികളോട് കൂടെ അത് പറ്റും, മതിയാകും എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9ാം വാള്യം ഉളുഹിയ്യത്തിന്റെ ബാബ് നോക്കിയാൽ കിട്ടും. ഇതിന്റെ 712ാമത്തെ പേജിലായിട്ടുണ്ടോ, വലാ യളുറു ഫഖ്ദു ഖർനിൻ വ ഖസ്റുഹു ഉണ്ടോ. ഇപ്പോ കൊമ്പില്ലാത്തൊരു മൃഗം, അതുപോലെ തന്നെ പൊട്ടിച്ചത്, പൊട്ടിപ്പോയത്, ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഉളുഹിയ്യത്തിന് പ്രശ്നമല്ല, ഉളുഹിയ്യത്തിന് പറ്റും. ഇതില്ല, അതിന് ഇല്ലത്ത് റീസൺ പറഞ്ഞാൽ എന്താ, ഇതില്ല യതഅല്ലഖു ബിഹി കബീറു വർലിൻ, അതിലൊന്നും ഇപ്പൊ വലിയൊരു കാര്യം വെക്കേണ്ടതില്ലല്ലോ.
കൊമ്പില്ല അല്ലെങ്കിൽ കൊമ്പ് പൊട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ എന്താ അതിന് വലിയൊരു ആവശ്യകത കയറി വരുന്നില്ല. ഇൻകാനത്തിൽ കർണാഉ അഫ്ദല, കൊമ്പുള്ളതാകുമ്പോൾ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസ് നമ്മൾ വായിച്ചർത്ഥം വെച്ചത് കൊമ്പുള്ളതാണ് ഏറ്റവും നല്ലത്. അത് പറയാതിരിക്കാൻ വയ്യല്ലോ. ഖബരിൻ ഫീഹി അതിൽ ഹദീസൊക്കെ വന്നിട്ടുണ്ട്, ഹദീസ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിലൊരു ഉപാധിയോട് കൂടെ എന്ന് പറയാൻ കാരണം എന്താ? അതെന്താണ്? നഅം എങ്കിലും ഇൻ അസറ ഇൻകിസാറുഹു ഫിൽ ലഹ്മി ലറ, ഈ കൊമ്പ് പൊട്ടിച്ചത് കൊണ്ടോ കൊമ്പില്ലാത്തതിന്റെ പേരിലോ കൊമ്പ് പൊട്ടിയത് കൊണ്ടോ ഒക്കെ ആ മൃഗത്തിന്റെ തീറ്റ മുടങ്ങുകയും അതിനാൽ അത് മെലിഞ്ഞുട്ടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അപ്പൊ പറ്റൂല. അപ്പോൾ ഒറ്റടിക്ക് ഈ പറയുന്ന കൊമ്പില്ലാത്ത ഒക്കെ പറ്റും എന്നുള്ളത് പറയാൻ പറ്റൂല. കൊമ്പ് കൊണ്ട് ഇതിനക്ക് വല്ല ഈ കൊമ്പിന്റെ പൊട്ടിക്കൽ കൊണ്ടോ കൊമ്പില്ലാത്തത് കൊണ്ടോ ഇതിനക്ക് വല്ല ക്ഷീണോ മറ്റോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറ്റൂല എന്ന് പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൊമ്പ് പൊട്ടിച്ചു, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഫോട്ടത്തിൽ കണ്ടു, ഇത് കണ്ടോ, ഇതിപ്പോ ഈ മൃഗത്തിന്റെ ഈ പറയുന്ന കൊമ്പ് പൊട്ടിച്ചതാണ്, അതിന്റെ അഗ്രഭാഗം. കാരണം എന്താ? ഈ കുത്തു കൂടാതിരിക്കാൻ വേണ്ടി. കാരണം ഇങ്ങനെ കൂർപ്പ് വരുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് തലയും ഇങ്ങനെ എച്ചത്തി കൊടുക്കും കൂർപ്പായിട്ട്. അപ്പൊ അത് പൊട്ടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എന്തില്ല, അതിന്റെ തീറ്റ മുടങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളും വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകും, ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റും, ഉളുഹിയത്തിന് പറ്റും എന്നുള്ളത്. പിന്നെ അവിടെ ആ കൊമ്പ് പൊട്ടിച്ചത് കൊണ്ട് രക്തം വന്നാൽ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഇനി രക്തം വന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടൊന്നും വിഷയം കാര്യമാക്കേണ്ടതില്ല എന്ന് ഖതീബ് ഷർബീനി റഹിമഹുല്ലാ മൗനിമിത്താജിലും പറയുന്നുണ്ട്. കൊമ്പ് പൊട്ടിച്ചപ്പം രക്തം വന്നു വിചാരിച്ചുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കേണ്ടതില്ല, ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാരണം. ഇതിന്റെ മൗനിമിത്താജിന്റെ 6-ാം വാല്യം 140-ാമത്തെ പേജിലുണ്ടോ, വഇൻ ദമാബിൽ കസിരി, ആ പൊട്ടിക്കൽ കൊണ്ട് രക്തം ഒലിച്ചാലും ശരി, എന്നാലും എന്തില്ല, അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല, അതൊക്കെ ഉളുഹിയത്തിന് പറ്റും എന്നുള്ളത്. അപ്പൊ പിന്നെ നല്ലത് കൊമ്പുള്ളതാണെന്ന് പറയുമ്പോൾ കൊമ്പില്ലാത്തതെന്ന് പറയുമ്പം അത് പൊട്ടിയതൊക്കെ ആകുമ്പോൾ കറാഹത്തുണ്ട് എന്ന് പറയണം എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്നെ മൻഹജുൽ കവീമിൽ പറയുന്നുണ്ട്. തൊഫീലല്ല, തൊഫീല പറഞ്ഞു കണ്ടില്ല, നേരെ വെച്ച് മൻഹജുൽ കവീമിൽ അത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇമാം നാവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹ് മുഹദ്ദബ് ഉദ്ധരിച്ചുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്, അവിടുന്നാണ് അത് കയറി വന്നത്. ഏതായാലും മൻഹജുൽ കവീമിൽ അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഏറെക്കുറെ പണ്ഡിതന്മാരും പറയുന്നുണ്ട് കൊമ്പില്ലാത്ത മൃഗം, അതായത് കൊമ്പ് പൊട്ടിയ മൃഗങ്ങളൊക്കെ ഈ പറയുന്ന കറാഹത്തിൽ കയറി വരും എന്നുള്ളതൊക്കെ. ഇതിന്റെ 484-ാമത്തെ പേജിലുണ്ടോ വയുഖുറഹു ഗൈറുൽ അഖ്റനി, കൊമ്പില്ലാത്തത് കറാഹത്താണെന്ന് പറയണം എന്നുള്ളത്. അപ്പൊ പിന്നെ കറാഹത്താണെന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒട്ടകത്തിന് കൊമ്പില്ലല്ലോ. ഒട്ടകവും ഈ പറയുന്ന ഈ ഉദയത്തിന് പറ്റിയ മൃഗല്ലേ. ആട് പറ്റും, മാട് പറ്റും, ഒട്ടകവും പറ്റും, ഒട്ടകത്തിനൂടെ കൊമ്പ്. അപ്പൊ അതുകൊണ്ട് ഈ കൊമ്പുള്ളത് കൊമ്പില്ലാത്തത് എന്നുള്ളത് പൊട്ടിയത് എന്നൊക്കെ പറഞ്ഞ ചർച്ച ഒടുക്ക് വെക്കണം, അത് ആട് മാടിലേക്ക് വെക്കണം, നേരെ മറിച്ച് ഒട്ടകത്തിലേക്ക് അത് വെക്കേണ്ടതില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മൻഹജുൽ കവീം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം തുർമസി റഹിമഹുല്ലാ ഹാഷിയത്തു തുർമസിയിൽ പറയുന്നുണ്ട്. അതോടെ പിന്നെ എല്ലാം ആകാണല്ലോ. ഇതിന്റെ 6-ാം വാല്യം ഇതിന്റെ 635-ാമത്തെ പേജിലുണ്ടോ, ഇവിടെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് വരുന്നൊരു കാര്യം എന്താ, കൊമ്പില്ലാത്തതെന്ന് പറയുമ്പം അന്നദാലിക ഫിൽ ഗനമി വൽ ബക്കരി ഇതിലാ കർണലിൽ ഇബ്ലി, അതൊക്കെ ആട് മാടിൽ വെച്ചാൽ മതി, ഒട്ടകത്തിൽ ഇത് വെക്കേണ്ടതില്ല, കാരണം ഒട്ടകത്തിലൂടെ കൊമ്പ് എന്നുള്ളത്. അപ്പൊ ആകത്തൊക്കെ പറയുകയാണെങ്കിൽ കൊമ്പില്ലാത്തത് പറ്റും ഉളുഹിയത്തിന്, പറ്റാത്ത രൂപങ്ങൾ വരുന്നത് അതുകൊണ്ട് അതിന് ക്ഷീണോ പറ്റൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ പറ്റാത്തുള്ളൂ, അല്ലെങ്കിലൊക്കെ പ്രശ്നം വരില്ല. പക്ഷെ കറാഹത്തോട് കൂടെ, അപ്പൊ കൊമ്പ് ഇങ്ങനെ പൊട്ടിച്ചു, അപ്പൊ അത് ഉദയത്തിന് പറ്റിയ മൃഗം തന്നെയാണെങ്കിലും ഒരു കറാഹത്തോടെ കയറി വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ 3 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഇത്തിഫാക്ക ഒരുമിച്ചാണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബ്, ഈ 3 മദ്ഹബിലും കൊമ്പ് പൊട്ടി അല്ലെങ്കിൽ കൊമ്പില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കറാഹത്ത് കയറി വരുന്നുണ്ട്. നേരെ മറിച്ച് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല. ഹംബലി മദ്ഹബിൽ കൊമ്പില്ലെങ്കിൽ പറ്റൂല എന്നുള്ള വീക്ഷണങ്ങളാണ് 4 മദ്ഹബും വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനു ഷഅറാനി എന്ന് പറയുന്ന കിതാബിൽ അത് വിശദീകരിക്കുന്നുണ്ട്. 4 മദ്ഹബും വിശദീകരിക്കുന്ന എല്ലാ കിതാബിലും അങ്ങനെ തന്നെ കൊടുക്കുന്നതും. മീസാനു ഷഅറാനിയുടെ 2-ാം വാല്യം ഇതിന്റെ 601-ാമത്തെ പേജിലുണ്ടോ, ഹുക്മു ത്വളിഹിയത്തി ബി മഖ്സൂറത്തിൽ ഖർനി, കൊമ്പ് പൊട്ടിച്ച മൃഗത്തിന്റെ ഹുക്മു ഉളിയത്തിന്റെ ഹുക്മ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഖൗലുൽ അഇമ്മത്തി സലാസത്തി, 3 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും റൂട്ട്, അതായത് ഹനഫി, മാലിക്കി, ഷാഫിഈ റളിയല്ലാഹു അൻഹും, ഇന്നഹു തുക്റഹു മഖ്സൂറത്തുൽ ഖർനി, കൊമ്പ് പൊട്ടിയതൊക്കെ കറാഹത്തിൽ പെടുത്തണം, പറ്റും, കറാഹത്തിൽ പെടും. മഅ ഖൗലി അഹ്മദ്, ഹംബലി മദ്ഹബാണെങ്കിലോ ഇന്നഹ ലാ തുജ്സി, അത് മതിയാവൂലട്ടോ എന്നുള്ളത്.
അപ്പോൾ എൻ്റെ അകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ കൊമ്പ് പൊട്ടിയതിൻ്റെ പേരിൽ ആ മൃഗത്തിനക്ക് യാതൊരു പ്രയാസമോ വിഷമോ ചെയ്യണോ, ഇനി മാംസത്തിൽ കുറവൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറാഹത്തോട് കൂടെ മതിയാകും എന്ന് അർത്ഥം വെക്കണം എന്നാണ് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് തന്നെയാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദും.